വ്യൂവേഴ്സ്, അപ്പോൾ നമ്മൾ ഒരു ചേനക്കറിയുടെ റെസിപ്പി ആയിട്ടായിട്ട് വന്നിട്ടുള്ളത്. വെറും ചേനക്കറിയല്ലേ, നമ്മുടെ ബീഫ് ചേനക്കറി. ബീഫൊന്നുമില്ല, പക്ഷേ ടേസ്റ്റും ലുക്കും എക്സാക്ട്ലി ബീഫ് കറിയുടെ പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ വെജിറ്റേറിയൻസിനും ഒരു ബീഫ് കറി ഫ്ലേവർ ടച്ച് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയാൽ നോക്കിയാൽ മതി. നമ്മളിത് ചോദിക്കാൻ ഉണ്ടാക്കിയത് എന്തൊക്കെ വേണമെങ്കിലും പോകട്ടോ. അപ്പോൾ നമുക്ക് മടിച്ചെടുക്കാതെ റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചേന നല്ല ക്യൂബാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാൻ കേട്ടോ. നമ്മൾ മണ്ണിനടിയിലുള്ളൊരു സാധനം ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് മണ്ണും അതുപോലെ തന്നെ ഒരു കറയൊക്കെ ഉണ്ടാവും. അതൊന്ന് നന്നായിട്ട് വാഷ് ചെയ്യാൻ. അപ്പോൾ ചൊറിയുന്നവർ ശ്രദ്ധിക്കുക, നിങ്ങൾ ഗ്ലൗസൊക്കെ യൂസ് ചെയ്തോളൂ കേട്ടോ. എനിക്ക് ചൊറിച്ചിലിൻ്റെ പ്രശ്നമില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ കൈയിട്ടിട്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കുന്നുണ്ട്. ഇത് എല്ലാവർക്കും അറിയുമെന്നറിയില്ല, ചേനയ്ക്ക് വേവാനൊരു സീസൺ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു സീസണിൽ വല്ലാണ്ട് കുക്കാവൊന്നുമില്ല. പിന്നെ നല്ല പൊടിയുള്ള ചേനയ്ക്കാവണം. ഇത് അങ്ങനെയൊന്നുമല്ല, എങ്കിലും നമുക്ക് എങ്ങനെയുണ്ട് കറി വെച്ചിട്ട് നോക്കാം കേട്ടോ. കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല പൊടിയൊന്നുമില്ലെങ്കിലും നല്ല ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ആദ്യമായിട്ട് നമ്മൾ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യണ കുക്കറിൽ വെച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കാൻ കേട്ടോ. അപ്പോൾ കുക്കർ യൂസ് ചെയ്യാത്തവർ മൺകലത്തിലോ സാധാരണ ചീനച്ചട്ടിയിലോ ഒക്കെ കുക്ക് ചെയ്യുക. നന്നായിട്ട് വറുത്തൊരു സ്മെല്ല് വരുമ്പോൾ നമ്മൾ 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. അതും ഇതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ മെയിൻ ടിപ്പാണ് ബീഫ് കറിയുടെ ഫ്ലേവർ വരാൻ. പെരിഞ്ജീരകവും മല്ലിപ്പൊടിയും വറുക്കുക എന്നുള്ളത്. അതിൻ്റെ വറുത്തതിൻ്റെ ഫ്ലേവർ വേറെ തന്നെയാണ് അല്ലേ. നമ്മൾ ബീഫ് കറി വെക്കുമ്പോഴും ഈ ഒരു ടിപ്പ് പയറ്റി നോക്കിയാൽ മതി, നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ 2 പൊടികളും നന്നായിട്ട് വറുത്തൊരു സ്മെല്ലൊക്കെ വരാനായി തുടങ്ങുമ്പോൾ നമ്മൾ ബാക്കിയുള്ള പൊടികൾ കൂടി ആഡ് ചെയ്യാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അതും ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. നന്നായിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു പച്ച സ്മെല്ല് പോകുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഇളക്കിയെടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. മെയിനായിട്ട് നമ്മുടെ മല്ലിപ്പൊടിയും പെരിഞ്ജീരകപ്പൊടിയാണ് വറുത്ത ആ ഒരു ഫ്ലേവർ കിട്ടേണ്ടത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ബാക്കിയൊക്കെ ജസ്റ്റ് നമ്മൾ ഏതായാലും വറുക്കല്ലേ വിചാരിച്ചിട്ട് കൂട്ടത്തിലിട്ടൊന്ന് ഇതാക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ എരിവിനായിട്ട് മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് കൂട്ടത്തിൽ ഒന്നുകൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. മുളക് പൊടി ഇടുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബാക്കി പ്രോസസ്സിങ്ങിലേക്ക് പോകണം. എരിവിനനുസരിച്ച് മുളക് പൊടി എടുത്തോളൂ. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. ഇപ്പോൾ വറുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചേന എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ആ ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം, അപ്പോൾ നമ്മൾ ചേനയുടെ വേവിനനുസരിച്ചാണ് കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. നന്നായിട്ട് വെന്തുടയുന്ന അതുപോലെ തന്നെ നല്ല പൊടിയുള്ള ടൈപ്പ് ചേനയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി വെള്ളം എക്സ്ട്രാ ഒഴിച്ച് കൊടുക്കണം. അല്ല മീഡിയം ടൈപ്പ് ആണെങ്കിൽ നമ്മൾ ഒരു 1.5 കപ്പോളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാൻ 1.5 കപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് ഓവറി ആയിട്ട് നല്ല പൊടിയുള്ള ടൈപ്പ് ഒന്നുമല്ല, എന്നാൽ കുക്കാവുന്നുണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് പുളിക്കായിട്ട് ആഡ് ചെയ്യുന്നത് 1 തക്കാളിയാണ് കേട്ടോ. അത് നല്ല പഴുത്തതുമാണ് വലുതുമാണ്. അത് നമ്മൾ നന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കട്ടിയില്ലാണ്ട് സ്ലൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അടുത്ത മെയിൻ ടിപ്പാണ് കേട്ടോ ഇത്. ബീഫിൻ്റെ ഫ്ലേവർ വരാനായിട്ടുള്ള ഉലുവ അതുപോലെ തന്നെ മുഴുവനായിട്ട് ഒരു പിഞ്ചെന്നല്ല 2-3 പിഞ്ചായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 3ാമത്തെ ടിപ്പ് ഇതാണ്, ജിഞ്ചറും ഗാർലിക്കും കുറേ ചതച്ചെടുത്തുകൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറേ എന്നല്ല, ചതക്കുക എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ആയാൽ മതി. ഒരിക്കലും നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുത്തിയെടുത്തിട്ട് ഒരു 4-5 വെളുത്തുള്ളിയും 1 പീസ് ജിഞ്ചർ കൂടി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുത്തിയെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു കറിയിലേക്ക് ആഡ് ചെയ്യാണ് കേട്ടോ. ഇതും നമ്മളെ ചേനക്കറിയുടെ ടേസ്റ്റ് വർദ്ധിപ്പിക്കുന്നതാണ് കേട്ടോ. ഓരോ ടെക്സ്ചറിനും ഓരോ ടേസ്റ്റ് ഉണ്ടല്ലേ. ഇങ്ങനെ കുത്തി ചതച്ചിടുന്നതിന് വേറൊരു ഫ്ലേവറാണ്. ഇപ്പോഴേക്ക് നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഒരു കാര്യം മറന്നുപോയല്ലേ, ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ അത് കൂടി ഇട്ടിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ ചിലർ പറയും ഉപ്പിട്ട് കുക്ക് ചെയ്താൽ ചേന വേവത്തില്ല എന്ന്. പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടി. നമ്മളിത് കുക്കറിലിട്ടിട്ട് 4 വിസിൽ അടുപ്പിച്ച ശേഷം ആ എയർ പോകുന്നത് വരെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ നന്നായിട്ട് കുത്തി കിടക്കുകയാണ്. അത് വിചാരിച്ച് നന്നാക്കിയിട്ട് ക്രീമി ടെക്സ്ചർ ആക്കേണ്ട ആവശ്യമില്ല. ചില ചേന പീസസ് അങ്ങനെ തന്നെ കിടക്കണം, എന്നാൽ കുറേയൊക്കെ ഒരു ക്രീമി ആയിട്ട് വേണം. നിങ്ങൾക്ക് കുറേ വെള്ളം ടൈപ്പിലുള്ള അത് ലൂസ് കൺസിസ്റ്റൻസിയിലുള്ള കറി വേണമെങ്കിൽ നിങ്ങളിങ്ങനെ കുത്തി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മളിതിവിടെ ക്രീമി ആയിട്ട് കുറച്ച് എടുക്കാന്നുള്ള രീതിയിലാണ് കേട്ടോ ഇങ്ങനെ നന്നായിട്ട് കുത്തിയെടുക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ പീസസും കുത്തി ഉടച്ച് കളയരുത്. ചില പീസസ് ഇങ്ങനെ ചതുരത്തിൽ ഇങ്ങനെ കിടക്കണം. അതാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ്. അതിങ്ങനെ കടിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക.
അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉപ്പ് പാകമാണോ എന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് വെള്ളം കൂടുതൽ വേണമെങ്കിൽ തിളപ്പിച്ച വെള്ളം കൂടിയും ഒഴിച്ച് കൊടുക്കേണ്ട ഒരു സ്റ്റേജാണ് ഇത്. ഇപ്പോൾ നന്നായി കുത്തിയുടച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് തൂമിച്ച് വാരാം. അത് നമ്മൾ മെയിനായിട്ട് ചെയ്യുമ്പോൾ ചീരുള്ളി മാത്രമല്ല, ഒരു 4 വെളുത്തുള്ളി കൂടി അരിഞ്ഞിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു 7-8 ചീരുള്ളിയും ഒരു 4-5 വെളുത്തുള്ളിയും കട്ട് ചെയ്തത് ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ. അതുകൂടി ശ്രദ്ധിക്കുക, നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില കൂടിയെന്ന് വെച്ചൊരു പ്രശ്നമില്ല കേട്ടോ. എപ്പോഴും നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണ് നല്ലത്. അതിനുശേഷം നമ്മൾ ഈ കറിയിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ബീഫ് കറി, ചേന കറി റെഡി ആയിട്ടുണ്ട്. ബീഫ് കറി അല്ല കേട്ടോ, പക്ഷേ ഇത് കഴിച്ച് നോക്കിയാൽ എല്ലാവർക്കും ഒരു ഡൗട്ട് വരും, ഇതിൽ ബീഫ് ഇട്ടിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട്, എൻ്റെ ഫേവറേറ്റ് റെസിപ്പിയാണ് കേട്ടോ. എനിക്കിതുണ്ടായ ചോറ് കഴിക്കാനൊന്നും വേണ്ട. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്യാത്തവർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുപോലെ ട്രൈ ചെയ്തവർ അതൊന്ന് കമൻറ്റ് ബോക്സിൽ പറയുക കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ ജസ്റ്റ് ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് വേണ്ടി എന്നും വീഡിയോ ഇടുന്നതല്ലേ. അപ്പോൾ ഇതൊരു അടിപൊളി കറിയാണ്. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണേ. അതുപോലെ തന്നെ ബീഫില്ലാത്തപ്പോൾ ഇനി ബീഫ് കറി വെക്കാതിരിക്കേണ്ട, ചേന ഉണ്ടായാലും മതി എന്ന് മനസ്സിലായില്ലേ. പിന്നെ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.